ബഹുമാനനായ അധ്യക്ഷൻ, വളരെ ആഴത്തിൽ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ആദരണീയനായ KM സലിംകുമാറിനെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ചരിത്രം രൂപപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ സ്ഥാനപ്പെടുത്തുന്ന വളരെ ഉജ്ജ്വലമായ ഒരു പ്രഭാഷണമാണ്. സാധാരണ പ്രഭാഷണമല്ലാതെ ദളിതരുടെ ജീവിതത്തിൻ്റെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന ഒരു പ്രഭാഷണമാണ് മാധവൻ മാഷിവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി ഞാൻ നിരീക്ഷിച്ച സലിംകുമാറിൻ്റെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെയും ഒന്ന് പരാമർശിച്ചു പോകാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. രണ്ട് പ്രധാന കാര്യങ്ങൾ മാധവൻ മാഷ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പരാമർശിക്കുകയും അത് കൺക്ലൂഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ ഒരു ഗ്രേഡഡ് ഇനീക്വാലിറ്റിയിൽ പല നിലയിൽ സർവിറ്റ്യൂഡിന് വിധേയമാകുന്ന ജനതകൾക്ക് പ്രവേശനം സാധ്യമാകണമെങ്കിൽ, സബ്സ്റ്റാൻറ്റീവ് യഥാർത്ഥ പ്രവേശനം സാധ്യമാകണമെങ്കിൽ സമുദായവൽക്കരണം എന്നത് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായി അദ്ദേഹം അവസാനമായി നിരീക്ഷിച്ചൊരു കാര്യം, ഉപജാതികൾ അല്ലെങ്കിൽ കേവലം ജാതിസത്വത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദളിതരുടെ വിമോചനമോ അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ സമുദായവൽക്കരണമോ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ജനാധിപത്യത്തിലെ ഡയലോഗിൽ അവർക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ള പ്രസക്തമായ നിരീക്ഷണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഒരർത്ഥത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും KM സലിംകുമാർ ഇത് തന്നെയാണ് സമൂഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചത് എന്നാണ് എൻ്റെയും ഒരു നിരീക്ഷണം. അദ്ദേഹത്തെ മുരളിയോട് പറഞ്ഞതുപോലെ ഒരു ഏറെക്കുറെ അരനൂറ്റാണ്ടിന് 40 വർഷത്തെ അടുത്തും അകലത്തിലുമുള്ള ഒരു പരിചയം എന്നെ സംബന്ധിച്ചുണ്ട്. അങ്ങനെ ആകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട വലയത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യക്തിയായിരുന്നില്ല ഞാൻ. എന്നാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടൊപ്പം ഉണ്ടാകുകയും അതിനെ നിരീക്ഷിക്കുകയും അതിനെ എതിർക്കാതെ മറ്റൊരു നിലയിൽ ഒരു പ്രവർത്തന വഴി തേടിയിരുന്നൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ഓർമ്മയൊന്ന് പുതുക്കാം. ഏതാണ്ട് ഈ 40 വർഷം മുമ്പ് ഞാൻ ഈ കൊച്ചിയിലൊരു വിദ്യാർത്ഥിയായിട്ട് എത്തുന്ന ഒരാളാണ്. എൻ്റെ PG പഠനത്തിൻ്റെ ഭാഗമായി അന്ന് കൊച്ചിയിലുള്ള ബോയ്സ് ഹോസ്റ്റൽ പോസ്റ്റ് മെട്രിക്കിലുള്ളൊരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആയിരുന്നു എൻ്റെ പഠന കേന്ദ്രമെങ്കിലും എൻ്റെ ഒരു രൂപവൽക്കരണത്തിൻ്റെ, വ്യക്തിജീവിതത്തിൻ്റെ രൂപവൽക്കരണത്തിൻ്റെ വലിയൊരു ഘട്ടം കടന്നുപോയത് മഹാരാജാസിലെ കറുത്ത വർഗ്ഗക്കാരുടെ കുട്ടികളുടെ ഒരു ലോകത്തിലും അന്നത്തെ ഇടതുപക്ഷ, പ്രത്യേകിച്ചും SFI ആകുമ്പോൾ തന്നെ വളരെ തീവ്രമായ മാർസിയൻ വിമോചന ചിന്ത സ്വാധീനം ചെലുത്തിയ ഒരു തലമുറയെ ദർശിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടം അവസാനിപ്പിക്കുന്നത്. സലിംകുമാറിനെക്കുറിച്ച് അന്ന് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലെല്ലാം തന്നെ കേട്ടറിവുണ്ടായിരുന്നു എങ്കിലും ഞാനേറെയും പരിചയപ്പെട്ടതും കൂടുതൽ അടുപ്പം നിലനിർത്തിയിരുന്നത് എൻ്റെ ആത്മസുഹൃത്തുക്കളായ ഇപ്പോൾ CPMലുള്ള അതിൻ്റെ ട്രേഡ് യൂണിയൻ വിങ്ങിലുള്ള CK അശോകനുണ്ട്. പിൽക്കാലത്ത് ഇപ്പോഴൊരു ബാങ്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിശ്വംഭരൻ, അങ്ങനെ നിരവധി ആളുകളുണ്ട്. അന്ന് S രമേശനൊക്കെ SFIയുടെ കൊടികുത്ത നേതാവായിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് മറ്റൊരു ധാരയും കൊച്ചിയിലും അല്ലെങ്കിൽ കേരളത്തിലുണ്ടായിരുന്നു.
അന്നുള്ള ആദ്യത്തെ ഒരു അംബേദ്കർ യൂത്ത് മൂവ്മെൻ്റ് വക്താക്കളുണ്ടായിരുന്നു. അന്ന് DP കാഞ്ഞിരത്തെ പോലെയുള്ളവർ, വർഗീസ് വട്ടക്കാവ് തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ലോ കോളേജുമായി ബന്ധപ്പെട്ട മറ്റൊരു ധാരയും ഇവിടെ ഉണ്ടായിരുന്നു എന്നതുകൂടി ഞാൻ നിരീക്ഷിച്ചൊരു വ്യക്തിത്വമായിരുന്നു. ഇത് പരമ്പരാഗതമായ അല്ലെങ്കിൽ അന്ന് ആധിപത്യം ചെലുത്തിയിരുന്ന ഒരു മാർക്സിസ്റ്റ് വിമോചന തത്വശാസ്ത്രത്തിൽ നിന്നും അകലം പാലിച്ചിരുന്നൊരു ധാരയുണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. ഞാൻ എൻ്റെ ഓർമ്മ പുതുക്കുന്നത്, പ്രത്യേകിച്ചും ഞാൻ എൻ്റെ PG പഠനം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ജോലിക്ക് ഏതാണ്ട് വൈവ കഴിഞ്ഞ് തന്നെ പോയി ജോയിൻ ചെയ്യുന്ന ഒരാളാണ്. പഠിക്കുന്ന കാലത്ത് തന്നെ അന്ന് പോസ്റ്റ് മെട്രിക്കിൽ എല്ലാവരും പരീക്ഷ എഴുതുകയും ടെസ്റ്റ് എഴുതുകയും ജോലി സമ്പാദിക്കുകയും ചെയ്യും. അവസാന കാലഘട്ടം തന്നെ PGയുടെ അവസാന കാലഘട്ടം തന്നെ 2 ജോലി കരസ്ഥമാക്കിയതുകൊണ്ട് എനിക്കൊരു ദിവസം പോലും വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ അന്ന് അടിയന്തരാവസ്ഥയുടെ പ്രക്ഷുബ്ധമായൊരു കാലാവസ്ഥയായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ വളരെ റാഡിക്കലായ റവല്യൂഷണറി, പ്രത്യേകിച്ചും ചേഗുവരയും അതുപോലെ വിമോചന പ്രത്യശാസ്ത്രവുമൊക്കെയായി കടന്നു പോകുന്ന ഒരു യുവാവിൻ്റെ ഒരു കാലഘട്ടമായിരുന്നുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഞാൻ എത്തിച്ചേരുന്നത് അത്തരത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഒന്നുകിൽ ഈ പറയുന്ന തീവ്രമായ ഭരണകൂട പീഡനത്തിന് വിധേയമായവരോ അല്ലെങ്കിൽ നക്സൽബാരിക്ക് ശേഷം ഉണ്ടായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പുതിയ ചിന്തകൾ, അംബേദ്കറൈറ്റ് ചിന്തകളെ അന്വേഷിക്കുന്ന ഒരു ശക്തമായൊരു വിഭാഗം അന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിലാണ് ഞാൻ എൻ്റെ യുവത്വത്തിൻ്റെ വലിയൊരു കാലഘട്ടം ചെലവഴിച്ചിരുന്നത്. അതിൽ പിൽക്കാലത്ത് BSPയിൽ പോയവരുണ്ട്, പിന്നെ തീവ്ര നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ പോയവരുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ദളിത് അന്വേഷണത്തിൻ്റെ പല പല ധാരകളിലൂടെയും കടന്നു പോയവരുണ്ട്. എടുത്തു പറയാവുന്ന ഒരു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ V. പത്മനായിരുന്നു. അദ്ദേഹമാണ് അംബേദ്കർ ടെസ്റ്റുകളെല്ലാം തന്നെ ഓർഗനൈസ് ചെയ്യും, എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും AG's ഓഫീസിലുണ്ടായിരുന്ന ആരംഭരം രാജഗോപാലിൻ്റെ മാമനായ നീലാംബരനുണ്ട്. അങ്ങനെ വലിയൊരു വൃത്തം, ഒരുപാട് പേരുണ്ടായിരുന്നു, വലിയൊരു വിഭാഗം. എല്ലാവരും കറുത്ത വർഗത്തെ പ്രതിനിധീകരിക്കുന്നവരായിരുന്നു എന്നത് മാത്രമാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വളരെ രൂക്ഷമായ നിലയിൽ തന്നെ മാർക്സിസത്തിൻ്റെയും അംബേദ്കറിൻ്റെയും വിഷയങ്ങൾ, അംബേദ്കർ ടെക്സ്റ്റുകളൊന്നും അന്ന് ലഭ്യമായിരുന്നില്ല എങ്കിലും വളരെ അഗാധമായ അന്വേഷണം നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഞാനിത് എടുത്തു പറയുന്നത്, ഞാൻ സലിംകുമാർ ആദ്യം പരിചയപ്പെടുന്ന അദ്ദേഹം അടിയന്തരാവസ്ഥയിൽ മിസാ തടവുകാരനായി ഇതിന് ശേഷം അദ്ദേഹത്തെ വിട്ടയക്കപ്പെട്ടതിന് ശേഷം ആദ്യം അദ്ദേഹത്തിൻ്റെ കരിപ്പിലങ്ങടകിലേക്കല്ല പോകുന്നത്, അദ്ദേഹത്തിൻ്റെ ആത്മമിത്രങ്ങളായ ആളുകളുള്ള ഈ സർക്കിളിലേക്കാണ് അദ്ദേഹം കടന്നു വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ആദ്യം വളരെ വളരെ കറുത്തിരുണ്ട ജടാധാരിയെപ്പോലുള്ള മുടികളൊക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനെയാണ് ഞാൻ ആദ്യം തിരുവനന്തപുരത്ത് എൻ്റെ റൂമിൽ കടന്നു വരുന്നത് കാണുന്നത്. തീവ്രമായ വിപ്ലവ ചിന്തയുമായി തന്നെയാണ് അദ്ദേഹം അന്നുമുള്ളത്. ഞാൻ അന്ന് മുതൽ ഇദ്ദേഹം എൻ്റെ ഒരു നിരീക്ഷകനാണ്, അല്ലെങ്കിൽ ഞാൻ നിരീക്ഷിക്കുന്ന ഒരു രൂപമാണ്. അന്ന് സലീംകുമാർ മജുംദാറിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിപ്ലവ ചിന്തയെക്കുറിച്ചും അത് കൈയൊഴിയുന്നതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള പല പല നക്സലൈറ്റ് ഗ്രൂപ്പുകളുടെ എല്ലാം തന്നെ ശക്തനായ വിമർശകനായിരുന്നു. വളരെ ഫ്രീക്വൻ്റായി അദ്ദേഹം തിരുവനന്തപുരത്ത് വരാറുണ്ട്. അന്നുണ്ടായിരുന്ന 2 ധാരകൾ അന്ന് തിരുവനന്തപുരം കേന്ദ്രമായിരുന്നു CDN സർവീസ് സൊസൈറ്റിയുടെ ആലോചനകൾ നടക്കുന്നത്. പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞ V. പത്മനാഭൻ്റെ ഭവനത്തിൽ വെച്ചിരുന്ന ഡോക്ടർ മന്മഥൻ ഇവിടെ വരും, കോശി ഇവിടെ വരും. അങ്ങനെ പലതരത്തിലുള്ള ആലോചനകൾ നടക്കുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹം വളരെ തീവ്രമായ ആ ലൈനിൽ തന്നെ നിൽക്കണം എന്നുള്ള നിലയിൽ സ്വന്തമായൊരു തീരുമാനമെടുത്തിട്ടാണ് രക്തപതാക പോലൊരു മാസിക ഇറക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് CPMLൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ജയിലിലാണ്. വേണുവും തന്നെ പുറത്ത് വന്നിട്ടില്ല. KN രാമേന്ദ്രൻ അന്ന് പിന്നീടാണ് പുറത്ത് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. തലമുതിർന്ന നേതാക്കളിലേറെയും അപ്പോഴും ജയിലിൽ തന്നെ ആയതുകൊണ്ട് സ്വന്തം ഒരു വിപ്ലവ ഉത്തരവാദിത്വം എന്നുള്ള നിലയിലാണ് അദ്ദേഹം രക്തപതാക ഇറക്കുന്നത് എന്നാണ് ഓർമ്മ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 8 ലക്കത്തോളം അത് ഇറങ്ങിയിരുന്നു. അന്ന് അണ്ടർഗ്രൗണ്ടിൽ തന്നെ ഒരുപാട് വിമോചന അല്ലെങ്കിൽ ഞാൻ പോലുള്ള മാസികകളും അതുപോലെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ, ഇൻക്ലാബിൻ്റെ ആദ്യ രൂപമായ പല പ്രസ്ഥാനങ്ങളും കിട്ടുന്നത് വഴിയാണ് ഞാനൊക്കെ അന്ന് വിപ്ലവ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നതും ചിന്തിക്കുന്നതും. ഞാൻ എൻ്റെ ഒരു പാത എന്നുള്ള നിലയിൽ തിരുവനന്തപുരം AG's ഓഫീസിലുള്ളൊരു ജീവനക്കാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഞാൻ അവിടുത്തെ പരമ്പരാഗത ഇടതുപക്ഷ കോട്ടകളിലുള്ള പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ്റെ ആക്ടിവിസ്റ്റായി വളരെ സജീവമായി ആ മേഖലയിൽ അതിൻ്റെ ഒരു ക്രിട്ടിക്കായിരുന്നു ഇടതുപക്ഷ CPM പ്രസ്ഥാനത്തിൻ്റെ. പക്ഷേ അവരുടെ വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു യൂണിയൻ്റെ ലീഡർഷിപ്പിലേക്ക് വളരെ വേഗം അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഉടൻ തന്നെ ഒരു 1-2 വർഷം കൊണ്ട് ഞാൻ ആക്ടിവിസ്റ്റായി മാറുകയും തിരുവനന്തപുരത്ത് ട്രേഡ് യൂണിയൻ
മേഖലയിൽ മാത്രമല്ല അവിടുത്തെ കോളനികളെല്ലാം തന്നെ ഈ ഗ്രൂപ്പിൻ്റെ സജീവമായ ബോധവൽക്കരണ പ്രവർത്തനം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ഈ കാലഘട്ടത്തെ ഓർത്തെടുക്കാൻ കാരണം അദ്ദേഹം ഇറക്കിയിരുന്ന രക്തപതാകയുടെ 8 ലക്കങ്ങളിൽ ചാരുമഞ്ചുതാരൻ്റെ ലേഖനം വിവർത്തനം ചെയ്യുന്ന ഈ ഗ്രൂപ്പിൽ നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനും എൻ്റെ ആദ്യത്തെ ഭാഷാപ്രയോഗം ഒന്ന് ശ്രമിക്കുന്നതൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഏറെക്കുറെ 83-84 ആകുന്നതോടുകൂടി കെ വേണു ജയിലിൽ നിന്നെല്ലാം തന്നെ ഇറങ്ങി വരികയും അത് മറ്റു തരത്തിലുള്ള ഭൗതികമായ വലിയൊരു കുത്തൊഴുക്ക് ഉണ്ടായേക്കാവുന്ന തരത്തിലുള്ള പ്രസ്ഥാനങ്ങളും ചിന്തകളും കേരളത്തിലെ മധ്യവർഗ യുവജന വിഭാഗങ്ങൾ ആരംഭിച്ചിരുന്നൊരു കാലഘട്ടമാണെന്ന് എന്നറിയാവുന്നവരാണ് വേദിയിലിരിക്കുന്ന ഒട്ടേറെ സുഹൃത്തുക്കൾ. പ്രത്യേകിച്ചും പ്രേരണയുടെ അതുപോലുള്ള നവചിന്തകളുടെ ഈ ചിന്തകളുടെയും ഒട്ടേറെ മാസികളുടെയും പ്രവർത്തനങ്ങളുടെയും തത്വശാസ്ത്രത്തിൻ്റെയും ചിന്തയുടെയും ആർട്ടിൻ്റെയും കൾച്ചറിൻ്റെയും എല്ലാം റാഡിക്കൽ ആർട്ട് ഗ്രൂപ്പുകൾ സി കെ രാജയുടെയൊക്കെ നേതൃത്വത്തിൽ ഫൈനാൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ സിനിമാ രംഗത്ത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ അല്ലെങ്കിൽ അരവിന്ദൻ്റെ അങ്ങനെ വലിയ ബൃഹത്തായ ചിന്തയുടെയും പ്രയോഗത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും വലിയൊരു കുത്തൊഴുക്ക് നടക്കുന്നൊരു കാലഘട്ടമാണ് അടിയന്തരാവസ്ഥകൾക്ക് ശേഷമുള്ള 80-കൾ 84 85 കാലഘട്ടം. ഞങ്ങളൊക്കെ അതിലൂടെ രൂപപ്പെട്ടവരാണ്. ആ രൂപപ്പെടലിൻ്റെ ഒരു പ്രത്യേകത മുഴുവൻ തന്നെ അതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ആധിപത്യം ചെലുത്തിയിരുന്ന സോഷ്യൽ ഫാസിസം എന്ന് പറയുന്നത് ഒരു മുഖ്യ ഭീഷണി എന്നുള്ള നിലയിൽ ആഗോളതലത്തിൽ തന്നെ മാർക്സിസം പ്രത്യശാസ്ത്രവൽക്കരണപരമായി തന്നെ പുനഃപരിശോധിക്കുന്ന, പ്രത്യേകിച്ചും ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്ന ആൾത്തൂസറിൻ്റെയൊക്കെ ചിന്തകൾക്ക് മുൻതൂക്കം കൊടുത്ത് വലിയൊരു അന്വേഷണം നടക്കുന്നൊരു കാലഘട്ടമാണ്. സലിംകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ട്രാക്കിലൂടെ സഞ്ചരിക്കുന്നതായി എൻ്റെ ഓർമ്മയിലില്ല. അദ്ദേഹം ഒരു പക്ഷേ കെ വേണു ഇവരെല്ലാം തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മാനസികമായ ചില തിക്താനുഭവങ്ങൾ അദ്ദേഹം നേരിട്ടിരുന്നു. ഒരർത്ഥത്തിലൊരു ബലപ്രയോഗത്തിലൂടെ തന്നെ രക്തപതാകയെ നിർത്തിക്കുകയും അടുത്ത കാലത്ത് കെ വേണു കോമ്രേഡിൻ്റെ ഒരു ചരിത്രം പറയുകയുണ്ടായി. പാർട്ടിയിൽ നിന്ന് അന്ന് സംഘടിതമായൊരു പാർട്ടി അല്ലെങ്കിൽ പോലും പാർട്ടിയുടെ ഏകാധിപത്യ പ്രവണത എന്ന് വേണേൽ പറയാം. അതിൻ്റെ തിക്താനുഭവങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ അഭിമുഖീകരിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ വലിയൊരു കാലഘട്ടം 1, 2, 3, 4 വർഷം അദ്ദേഹം നിശബ്ദനാകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത CPML പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചും വേണുവൊക്കെ ഇറക്കിയിരിക്കുന്ന വസന്തത്തിന് ഇടമെടുക്കുമെന്ന് പറയുന്ന ഒരു ഇവാലുവേഷൻ ഡോക്യുമെൻ്റ് മജുംദാരുടെ വീക്ഷണങ്ങളെല്ലാം തന്നെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു എന്ന് മാത്രമല്ല, വേണു ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അദ്ദേഹത്തിൻ്റെ ദാർശനിക പ്രശ്നങ്ങളും അതേ തുടർന്നുണ്ടാകുന്ന വലിയൊരു ചിന്താ പദ്ധതിയുടെ ഭാഗമായി മാർക്സിസം പ്രത്യശാസ്ത്രപരമായും രാഷ്ട്രീയമായും ദാർശനികമായും ഒക്കെ ഘടനാപരമായും പുനഃപരിശോധിക്കണമെന്നുള്ള വലിയൊരു ചിന്തയാണ് 84-85 കാലഘട്ടത്തിൽ CPMൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ഞാനിത് പറയാൻ കാരണം സലിംകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമല്ല, പോസ്റ്റ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള മധ്യവർഗ യുവവിഭാഗങ്ങളുടെ ഇടയിലുണ്ട്. അത് രാജീവനായിരിക്കും, സച്ചിദാനന്ദനായി അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളാണെങ്കിലും അത്തരം ഇൻ്റർകോഴ്സുകളിൽ സജീവമായി ബന്ധപ്പെട്ട ഒരാളല്ല. ഒരർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ദളിത് വൈജ്ഞാനിക ധാര ക്രിയേറ്റ് ചെയ്യുന്നതിലും അതിനെ മറ്റു ദിശയിലെത്തിക്കുന്നതിലും വലിയൊരു പങ്ക് വഹിച്ച ഒരാൾ കെ ബാബുരാജാണെന്നുള്ളത് നമുക്ക് സ്മരിക്കാതെ പോകാൻ പറ്റില്ല. പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ ഇറക്കിയിരുന്ന പുസ്തക പ്രകാശനം ശിഖയൊക്കെ തിറങ്ങുന്നതിന് മുമ്പ് തന്നെ കൊച്ചിൻ്റെയും പ്രത്യേകിച്ചും പിന്നെ മണിച്ചേട്ടനും ബാബുരാജൊക്കെ വഹിച്ചിരുന്ന പങ്ക് കറുത്തവതിലും സർവദേശീയത്തിലുള്ള ഒട്ടേറെ ധൈഷ്ണ്യ ചിന്തകൾ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതോടൊപ്പം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുണ്ടായിരുന്ന നവീകരണം കേരളത്തിലെ ജനാധിപത്യ ചിന്തയിൽ വലിയൊരു കുത്തൊഴുക്കായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ പാർട്ടി മേധാവിത്വത്തിൻ്റെ ഒരു വൃദ്ധശാസനാധികാരമുള്ളതുകൊണ്ട് തന്നെ സലീംകുമാർ 1983, 84, 85 വരെ നിശബ്ദനാക്കപ്പെട്ടിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയായിരിക്കാം, മുരളിക്കൊക്കെ ഇത് ഓർമ്മയുണ്ട്. ഞാൻ ആ കാലഘട്ടത്തിൽ 84, 85 പ്രത്യേകിച്ചും ഞാൻ മാർക്സിസത്തിലേക്ക് പൂർണ്ണമായും ആകർഷണ ഒരാളായിരുന്നില്ല. അന്ന് തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന TK നാരായണൻ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇവരൊക്കെ ആയിട്ടുള്ള മറ്റൊരു അംബേദ്കറൈറ്റ് തോട്ടുമായി ബന്ധപ്പെട്ട പ്രയോഗവും ഇതിൻ്റെ അന്തരാള ഘട്ടത്തിൽ വേണുവിൻ്റെ നേതൃത്വത്തിൽ ഈ ദേശീയതയും അതുപോലുള്ള വിഷയങ്ങളായിരുന്നു പ്രധാനമായും ഞാൻ ആകർഷണനാകുകയും അന്ന് ഇന്ത്യയിലും ദേശീയ തലത്തിലും ഉണ്ടായിരുന്ന സർവ്വദേശീയ തലത്തിലുണ്ടായിരുന്ന വലിയ സായുധ വിമോചന പോരാട്ടങ്ങളുടെ ദേശീയതകളുടെ വിമോചനത്തിൻ്റെ ആകർഷണനായിട്ടാണ് ഞാനതിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോഴും ഇദ്ദേഹം നിശബ്ദനായിരുന്നു.
അദ്ദേഹം വളരെ ആക്റ്റീവായി വീണ്ടും രംഗത്ത് വരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ തലവലപ്പിൽ പറമ്പിൽ നടന്ന ജാതിവിരുദ്ധ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. നിശ്ചയമായും ജാതിവിരുദ്ധമായ ഒരു ചിന്തയിൽ, ജാതി നശീകരണ ചിന്തയിൽ സലീംകുമാർ എത്തിച്ചേർന്നിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പന്ഥാവ് സ്വതന്ത്രമായി വെട്ടിയെടുക്കാനുള്ള തീവ്രമായ ഒരു ആലോചന അദ്ദേഹം 84-85 വീണ്ടും ആരംഭിക്കുന്നു എന്നാണ് ഒരുപക്ഷെ കുറിക്കാൻ കഴിയുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 1984 അവസാനം നടക്കുന്ന കുട്ടനാട് നടന്ന CRC-CPMൻ്റെ ഒരു പ്ലീനത്തിലൂടെയാണ് ഞാൻ ആ പ്രസ്ഥാനത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. ആദ്യം തന്നെ അതിൻ്റെ പ്ലീനത്തിൽ വരികയും ആദ്യം തന്നെ അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഞാനൊരു ട്രേഡ് യൂണിയൻ രംഗത്ത് വളരെ യുവാവായിരുന്നപ്പോൾ തന്നെ കാര്യമായൊരു പ്രവർത്തന ഇടപെടൽ നടത്തിയെന്നുള്ളതുകൊണ്ട് മാത്രമല്ല, അന്ന് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രൂപ്പിൽ ദേശീയതാ വിഷയത്തെക്കുറിച്ച് നടന്നിരുന്ന സംവാദങ്ങളിൽ ഒരു ഡൈക്കോട്ടണമി സൃഷ്ടിക്കുകയും വേണു ഒറ്റപ്പെട്ട് നിലനിന്നിരുന്നൊരു സാഹചര്യത്തിൽ അന്ന് പുതിയൊരു യുവനിര വേണുവിന് ചുറ്റും ഒരു വലയം സൃഷ്ടിക്കുകയും ആ പ്ലീനത്തിലാണ് അത് വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സലീംകുമാർ പ്ലീനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും അതിനുശേഷമുള്ള CRC-CPMൻ്റെ സംഘാടക സമിതിയിൽ ഞാനുൾപ്പെടെ കടന്നു വരുന്നുണ്ട്. പിൽക്കാലത്ത് അദ്ദേഹം അതിനകത്തൊരു ക്ഷണിതാവായി വരികയും ആ ഒരു പൂർണ്ണ അംഗമല്ല എങ്കിലും ആക്റ്റീവായുള്ള CPML നേതാവല്ല എങ്കിലും, അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹത്തെ സ്ഥാനപ്പെടുത്തിയിരുന്നതെങ്കിലും അദ്ദേഹം അന്നു മുതൽ എൻ്റെ അറിവിൽപ്പെട്ടെടുത്തോളം അതിൽ ദളിതരുടെ വിമോചനത്തിൻ്റെ വിഷയം അവതരിപ്പിക്കുന്നൊരു വക്താവായി, ഒരു പ്രതിനിധിയായി ആണ് അതിൽ സ്ഥാനപ്പെടുത്തിയിരുന്നതിൻ്റെ ഓർമ്മ. കാരണം ഇവിടെ മാർട്ടിനൊക്കെ തന്നെ ഉണ്ട്. CRC-CPMൽ 1985 ശേഷം, പ്രത്യേകിച്ച് 1982 ശേഷം വൈവിധ്യമാർന്ന മേഖലകളിൽ കൈവയ്ക്കുന്നൊരു പ്രസ്ഥാനമായിരുന്നു. പ്രത്യേകിച്ചും യുവജന പ്രസ്ഥാനങ്ങൾ, യുവജനവേദി, കേരളീയ യുവജനവേദി, കേരളത്തിൻ്റെ വിമോചനത്തിന് വേണ്ടിയുള്ള പുത്തൻ ജനാധിപത്യ വിപ്ലവ പരിപാടികൾ, സ്ത്രീകളുടെ വിമോചനത്തിൻ്റെ വിഷയം, തൊഴിലാളി രംഗത്ത് നവീനമായ, അതായത് ട്രേഡ് യൂണിയൻ ബ്യൂർഷ്വാസിക്കെതിരെ തൊഴിലാളികളുടെ രാഷ്ട്രീയ വിമോചനം എന്ന് പറയുന്നൊരു പുതിയ പ്രതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ട്രേഡ് യൂണിയൻ വിങ് തന്നെ ഉണ്ടാക്കിയിരുന്നു. ഞാനായിരുന്നു അതിൻ്റെ ബൈലോക്കെ തയ്യാറാക്കിയിരുന്നു. മെയ്ദിന തൊഴിലാളി കേന്ദ്രം എന്ന് പറയുന്നത്. അങ്ങനെ തൊഴിലാളികളുടെയും അതിൻ്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള വൈവിധ്യമാർന്ന മണ്ഡലങ്ങളിലുള്ള ഒരു ബഹുസ്വര ചിന്തയ്ക്കുള്ളൊരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിലാണ് ഇതിൽ വന്നത്. ആ ഘട്ടത്തിൽ സലീംകുമാർ ഈ പറയുന്ന ദളിത് നവോത്ഥാനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദളിത് വിമോചനം എന്ന്, അദ്ദേഹം ദളിത് എന്നുള്ള ഒരു പ്രയോഗമല്ല, അദ്ദേഹം അധസ്ഥിത എന്ന് പറയുന്നൊരു പ്രയോഗം എന്നുള്ള നിലയിലാണ് അതിൽ പ്രശ്നവൽക്കരിക്കുകയും അതാദ്യമായി ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ഓർമ്മ. ഒരുപക്ഷെ ഞാനീ പറയുന്ന വസ്തുക്കളും തീയതികളും ക്രോണോളജിക്ക് ശരിയായിരിക്കണമെന്നില്ല. പക്ഷേ ഞാൻ ഇക്കാര്യം എടുത്തു പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണാനന്തരം കേരളത്തിലും അനുസ്മരണ പ്രഭാഷണങ്ങളിലും അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നവൽക്കരണത്തിലെല്ലാം തന്നെ സലീംകുമാർ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ CPMൽ ഒരു ക്രിയേഷനാണ് എന്നുള്ള ഒരു പ്രത്യശാസ്ത്രവൽക്കരണം വ്യാപകമായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത് വേണുവിൽ നിന്ന് തുടങ്ങിയതാണ്. വേണു, CPML റെഡ് സ്റ്റാർ, അതുപോലുള്ള റെഡ് ഫ്ലാഗ് തുടങ്ങിയ പല പ്രസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു വ്യാജമായ പ്രത്യശാസ്ത്രവൽക്കരണം നടക്കുകയും അതേറെക്കുറെ സമൂഹത്തിൽ സ്ഥാപിക്കപ്പെടുകയും പിന്നീട് നടത്തിയ പല അനുസ്മരണ പ്രഭാഷണങ്ങളും അനുസ്മരണ എഴുത്തുകളെല്ലാം തന്നെ സലീംകുമാർ ഒരു വർഗരാഷ്ട്രീയത്തിൻ്റെ പ്രോഡക്റ്റാണ് എന്നും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് എന്നുള്ള നിലയിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നത് വളരെ തെറ്റായ ഒരു അപകടം പിടിച്ച ഒരു ജങ്ചറാണ് എന്നിവിടെ വിലയിരുത്തപ്പെടും. അതുകൊണ്ട് തന്നെ അതിനെ ക്രിട്ടിക്കലായി പരിശോധിക്കേണ്ടത് വളരെ പ്രസക്തമാണ് എന്ന് ആണ് എൻ്റെ ഒരു നിരീക്ഷണം. സലീംകുമാറിന് ആത്മബന്ധമുള്ളൊരു പ്ലാറ്റ്ഫോമാണിത്. കേരളത്തിൽ നിരവധി അനുസ്മരണക്കാർ എഴുതിയിട്ടുണ്ട്. എഴുതിയവരിലേറെയും സലീംകുമാറുമായി വ്യക്തിപരമായി നേരിട്ട് ബന്ധമുള്ളവരോ സലീംകുമാറിൻ്റെ പ്രവർത്തനത്തിൻ്റെ നാൾ വഴിയുമായി ഏതെങ്കിലും ബന്ധമുള്ളവർ എല്ലാവർക്കും അനുസ്മരണം. ഞാനും തന്നെ ഓൺലൈൻ ഒരു 2-3 അനുസ്മരണ സമ്മേളനങ്ങൾ പങ്കെടുത്തുള്ളതാണ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് പോലും വേണ്ടവണ്ണം വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ തെറ്റായ പാഠവൽക്കരണങ്ങൾ നടത്തുന്നതായി നിരീക്ഷിക്കാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ചും ഈ പറയുന്ന വേണുവിൻ്റെയും അതുപോലെ മാർക്സിസ്റ്റ് ധാരകളിൽ നിന്നും വന്നിരിക്കുന്ന ഒരു പാഠവൽക്കരണം അങ്ങേറ്റം ചരിത്രവിരുദ്ധമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. CPML പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ തന്നെ നടന്ന ചർച്ചയുടെയും പ്രയോഗം ശരിയാണ്. അധസ്ഥിത നവോത്ഥാന മുന്നണി പോലുള്ളൊരു പ്ലാറ്റ്ഫോം CRC-CPML പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ള നിലയിൽ അതിൻ്റെ കമ്മിറ്റിയിലൊക്കെ ചർച്ച ചെയ്തപ്പോഴും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ
അതിൻ്റെ ട്രേഡ് യൂണിയൻ വിങ്ങിൻ്റെയോ അല്ലെങ്കിൽ സ്ത്രീവചന പ്രത്യയശാസ്ത്രത്തിൻ്റെ മേഖലയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മേഖലയോ പോലെ അതിനെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കേണ്ട ഒന്നാണ്, പാർട്ടി ഫ്രാക്ഷനിലൂടെ നിയന്ത്രിക്കേണ്ടതാണ് എന്ന് ഒരിക്കലും സലീം കുമാർ സമ്മതിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെയുള്ള സ്വതന്ത്രമായുള്ള അന്വേഷണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഞാൻ അധ്യക്ഷതബോധനയുടെ സമ്പൂർണ്ണ പ്രവർത്തനമായിരുന്നില്ല എങ്കിലും പല ഘട്ടങ്ങളിലും അതിലിട്ട മനുസ്മൃതി കത്തിക്കുന്ന നടപടി ഒഴികെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിലും, എല്ലാ ജാഥകളിലും, എല്ലാ വലിയ കോട്ടയത്ത് നടന്ന മഹാസമ്മേളനത്തിൻ്റെ അംബേദ്കർ സെൻറ്ററി സെലിബ്രേഷൻ്റെ പന്തൽ വീണ സമ്മേളനങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഏറ്റവും അവസാനം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ CK ജാനുമായി അദ്ദേഹം വേർപിരിയുമ്പോൾ നടത്തുന്ന ഒരു സംസ്ഥാനതല ജാഥയുണ്ട്. അതായത് ബൂരിയ സിംഗ് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ആ ജാഥയുടെ ഉൾപ്പെടെ ഭാഗിയുമായി എനിക്കൊന്ന് സുരേഷ് ജോർജ് വന്നുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. അതിൻ്റെ പകുതി സമയം വരെ പ്രവർത്തനത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചത്. CRC-CPMൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരർത്ഥത്തിൽ ഒരു ക്ഷണിതാവിനെ പോലെയോ അല്ലെങ്കിൽ മറ്റർത്ഥത്തിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ സമയത്ത് മാത്രം വരികയും ചെയ്യുന്ന ഒരാളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരർത്ഥത്തിലും CRC-CPMൻ്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറയുന്ന സമയത്തോ അതിൻ്റെ കമ്മിറ്റിയിലൊന്നും കൃത്യമായി പങ്കെടുത്ത ഒരാളായിരുന്നില്ല അദ്ദേഹം. കാരണം ഞാൻ CRC-CPMൻ്റെ 1985 ശേഷം അത് പ്രവേശിച്ചതിന് ശേഷം ഏറെക്കുറെ 90കളുടെ അവസാനം ആകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കോർ ലീഡർഷിപ്പിൽ വരികയും അതിൻ്റെ ദൗർഭാഗ്യവശാൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പ്രവർത്തനം അബദ്ധത്തിൽ എൻ്റെ തലയിൽ പ്രായോഗികമായി വന്നു വീഴുകയും ചെയ്യുന്ന ഒരാളാണെന്ന് ഇവിടെ ഇരിക്കുന്ന പല സുഹൃത്തുക്കൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിൽ പാർട്ടിയുടെ എന്തെങ്കിലും ഒരു പ്രത്യശാസ്ത്ര രേഖയുടെ അടിസ്ഥാനത്തിൽ നിയുക്തമായ പ്രോഗ്രാമുകളുടെ ഭാഗമായി ആണ് സലീം കുമാർ പ്രവർത്തിച്ചത് എന്ന് പറയുന്നത് അങ്ങേയറ്റം അബദ്ധമായിരിക്കുന്ന അടിവരയിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും മനുസ്മൃതി കത്തിക്കൽ ഒന്നും തന്നെ കെ വേണുവിൻ്റെ തലയിൽ ഉദിച്ച കാര്യങ്ങളോ CRC-CPMൻ്റെ കമ്മിറ്റിയിലുണ്ടായ ഒരു കാര്യമല്ല. ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അത് നടക്കുന്ന ജാഥകൾ, അതിൻ്റെ ഭാഗമായി വൈക്കം ചെമ്പുകായലിൻ്റെ അടുത്ത് നടക്കുന്ന മർദ്ദനങ്ങൾ തുടങ്ങിയ നിരവധി കാര്യങ്ങളിലൊന്നും തന്നെ CPML എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് നേരിട്ട് യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഒരർത്ഥത്തിൽ മനസ്ഥിതി കത്തിക്കുന്ന ആ പ്രോഗ്രാം കലുഷമാക്കി എടുക്കുന്നതിൽ അതിൻ്റെ കാഡേഴ്സ് മോശപ്പെട്ടൊരു റോൾ വഹിച്ചു എന്നതും യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞത് സ്വതന്ത്രവും വ്യതിരിക്തവുമായ ഒരു പാത അദ്ദേഹം വെട്ടിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് കാണാതിരുന്നുകൂടാ. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഈ ദളിത് സമുദായവൽക്കരണം, ആ പ്രയോഗമാണോ വേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. സലീം കുമാർ അങ്ങനെ ആ പ്രയോഗത്തെ കൊച്ചേട്ടൻ പറഞ്ഞതുപോലെയൊന്നുമല്ല അദ്ദേഹം അതിനെ പറഞ്ഞിരുന്നത്, എങ്കിലും അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വീക്ഷണം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ഞാനിവിടെ ചൂണ്ടിക്കാൻ ശ്രമിക്കുന്നത്, വളരെ അപൂർവം മാത്രമേ ഒരു ആദിവാസിയായി ജനിക്കുന്ന ഒരു വ്യക്തി ദളിതരുടെ അല്ലെങ്കിൽ ദളിതരുടെയും ആദിവാസികളുടെയൊക്കെ മൊത്തം വിമോചകരായി ഒരു അംബേദ്കറേറ്റ് വീക്ഷണത്തിൽ സ്ഥാനനിർണ്ണയം സ്വയം നടത്താറുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇന്ത്യയിൽ വളരെ അപൂർവമായി കാണും. തിരിച്ചും സംഭവിക്കുന്ന അപൂർവമായിരിക്കാം. ഞാനൊക്കെ എൻ്റെ ഏറെ സമയവും അദ്ദേഹം വിട്ടുപോയ ഒരു ഏരിയയിലാണ് ഞാനൊക്കെ കടന്നു വന്നത്. അതുണ്ടാക്കുന്ന ഒട്ടേറെ വൈതരണികൾ സലീം കുമാർ നേരിട്ടിരുന്നു എന്ന് കാണാതിരുന്നുകൂടാ എന്ന് നിരീക്ഷിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ചും മതമാഷ് പറഞ്ഞിരിക്കുന്ന സമുദായവൽക്കരണം ഉപജാതി ചിന്തക്ക് അതീതമായി ഒരു സമുദായമായി ദളിത് വിഭാഗങ്ങളെ വിശേഷിച്ചും ഏകോപിപ്പിക്കുക എന്ന് പറയുന്നത് ആ കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ള ആൾക്ക്, ഇതൊക്കെ ജിൻഷു ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയെന്നൊക്കെ പറയുന്നു. ഒറ്റപ്പെടുത്തുന്നതല്ല, അത് ആരും ബോധപൂർവ്വം ഒറ്റപ്പെടുന്നതല്ല. അതത്ര എളുപ്പമല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. ഡോക്ടർ അംബേദ്കർ ദേശീയ തലത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്തപ്പോഴും കമ്മ്യൂണിറ്റിക്കുള്ളിൽ ഇത്തരത്തിലുള്ള ഒറ്റപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വയം ഒറ്റപ്പെട്ടു പോകും. ഒരാൾ സ്വന്തം ജാതിക്ക് പുറത്ത് നിന്ന് അത്തരത്തിലുള്ള വലിയൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതത്ര എളുപ്പമായിരിക്കണം എന്നില്ല എന്ന് പറയാൻ വേണ്ടി ഞാനൊന്ന് ആനുഷംഗികമായി പരാമർശിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം അറിയാതെ വന്നു പെട്ടേക്കാവുന്ന ഡ്രോബാക്കുകളൂടി കാണാതിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതായത് 1980-നും 90-കൾക്ക് ശേഷമുണ്ടായിരുന്ന, ഞാനൊക്കെ CPML പ്രസ്ഥാനത്തിൽ അതിൻ്റെ അവസാന ഘട്ടവും തകർച്ചയിലും ഉണ്ടായിരുന്ന ഒരാളാണ്. ആ പ്രസ്ഥാനത്തെ നന്നാക്കാൻ ശ്രമിച്ചിരുന്ന ഒരാളാണ്. ആ പ്രസ്ഥാനത്തെ നിശ്ചിതമായി വിമർശിക്കുകയും അതിൻ്റെ അടിത്തറ തോണ്ടാൻ ശ്രമിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇരിക്കുന്നത് വേദിയിൽ പലർക്കും അറിയാം. പ്രത്യേകിച്ചും CRC-CPMLൻ്റെ ദേശീയ രാഷ്ട്രീയ പരിപാടിയായി അഖിലേന്ത്യാ തലത്തിൽ തന്നെ ആ പ്രസ്ഥാനം പിരിച്ചുവിട്ടുകൊണ്ട് വിവിധ ദേശീയ ഘടനകളെന്നുണ്ടാക്കിയപ്പോൾ
ഈ ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാനായിരുന്നു കേരളത്തിൽ ആദ്യത്തെ ദേശീയ പ്രശ്നത്തെ സംബന്ധിച്ചുള്ള കെ മുരളിയുടെ ലേഖനവും ബുക്ക് രൂപത്തിൽ മാർട്ടിനാണത് അച്ചടിച്ചെടുക്കുന്നത്, കേരളം മുഴുവൻ കൊണ്ടു നടക്കുകയും പ്രശ്നവൽക്കരിക്കുകയും വലിയ വിഷയമാക്കി മാറ്റുകയും ചെയ്യുന്നൊരു പ്രധാന വ്യക്തി എന്നുള്ളതിൽ എനിക്ക് ഉറപ്പിച്ചും പറയാൻ പറ്റും. 90കൾക്ക് ശേഷം ദേശീയ തലത്തിലും സാർവദേശീയത്തിലും നടത്തുന്ന വലിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ചും ഗോർബച്ചേവിൻ്റെ ഇത് അഖിലേന്ത്യാ തലത്തിൽ മണ്ഡൽ കമ്മീഷൻ്റെ വരവ്, അങ്ങനെ ആഗോളതലത്തിൽ മാർക്സിസം പുനർനിർവചിക്കപ്പെട്ടേ മതിയാകൂ എന്ന് പറയുന്നൊരു ഘട്ടത്തിൽ ചെറുതല്ലാത്ത ചിന്ത CRCCപ്പിനുള്ളിൽ പലതരത്തിൽ തത്വശാസ്ത്രപരവും ഫിലോസഫിക്കലായിട്ടുള്ള വിഷയങ്ങൾ, സംഘടനാപരമായ കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. സലീം കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇത്തരം മേഖലകളുടെ ഒരു ആബ്സൻസ് വലിയ കുറവാണെന്ന് കാണുന്ന ഒരാളാണ് ഞാനിപ്പോൾ കെ വേണു ഇവിടെ ചേർന്നു എന്നുള്ളതല്ല പ്രശ്നം. ഞാനൊക്കെ ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് ജോലി കളഞ്ഞിട്ടുണ്ട്, കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ജീവിതത്തിൽ ഒരുപാട് നമ്മളെ പരിവർത്തനപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞാൻ ഈ പ്രസ്ഥാനത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖല തൊഴിലാളി മേഖല ഞാൻ പറയുകയുണ്ടായി. ഞാൻ AG's ഓഫീസിലെ ഇടതുപക്ഷ യൂണിയൻ്റെ വലിയ ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരുന്നു ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ. അപ്പോഴും ഞാൻ പുറത്താണ് എൻ്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തി, ആ യൂണിയനൊക്കെ പുറത്ത്. അന്ന് തന്നെ അവിടെ ഇഷ്ടിക തൊഴിലാളികളൊക്കെ സംഘടിപ്പിക്കും. കേരളത്തിലെ ആദ്യത്തെ ഇഷ്ടിക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന ഞാനൊക്കെ ഏർപ്പെടും. അവിടെ കയർ തൊഴിലാളികളെ സംഘടിപ്പിക്കും, ചുമട്ട് തൊഴിലാളികളെ സംഘടിപ്പിക്കും. അങ്ങനെയൊക്കെ വന്നാണ് ഇതിൽ വന്നിട്ട് ഇവിടെ തൃശ്ശൂരൊക്കെയുള്ള ഈ പറയുന്ന വെട്ടുകാരായിട്ടുള്ള തെങ്ങേറ്റ തൊഴിലാളികൾ സംഘടിപ്പിക്കുന്ന എല്ലാവർക്കും 1.5 വർഷക്കാലം നീണ്ടുന്ന തൊഴിലാളി സമരം കേരളത്തിൽ തൃശ്ശൂരുണ്ടായിരുന്ന വൈരക്കൽ തൊഴിലാളികളുടെ. ഞാൻ ആ അനുഭവം പറയാൻ കാരണം ഇത്തരം മേഖലയിൽ ഏറ്റവും അടിസ്ഥാന വർഗങ്ങളിൽ കേന്ദ്രീകരിച്ച് ഒരു അടിത്തറ CRCCPMLനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിലും അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴുള്ള ഒരു നവചിന്ത ക്രിയേറ്റ് ചെയ്യുന്നതിലും വലിയൊരു പങ്ക് വഹിക്കുന്നത് ആ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ബാഹ്യമായ മണ്ഡൽ കമ്മീഷനാണെങ്കിലും സാർവദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി റീഡിഫൈൻ ചെയ്യപ്പെടുന്നതാണെങ്കിലും പ്രത്യേകിച്ച് ചൈനയിലുണ്ടാകുന്ന ടിയാൻമെൻ സ്ക്വയറിന് ശേഷം ഉണ്ടായിരുന്ന പുതിയ ചിന്തകളും ഒക്കെ ഈ പ്രസ്ഥാനത്തെയും ഈ ചിന്തകളിലൊക്കെ സ്വാധീനിക്കുന്നു എന്നിരിക്കെ പലപ്പോഴും എക്സ്നെക്സലേറ്റുകളായ ദളിത് വിഭാഗങ്ങളിൽ ഏറെയും ബാബുരാജൊക്കെ ഒഴികെയുള്ള പലരും ആ ട്രാക്കിൽ ഈ ഇത്തരം മാറ്റങ്ങളോടൊപ്പം സഞ്ചരിക്കുകയും ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നൊരു രീതി അടിയന്തരാവസ്ഥന് മുമ്പുണ്ടായിരുന്ന പ്രേരണയുടെയും അല്ലെങ്കിൽ അതുപോലുള്ള നവയുവത്വത്തിൻ്റെ സംഭവത്തിലും ഉണ്ടായിട്ടില്ല. പലപ്പോഴും പിൽക്കാലത്തും ഉണ്ടാകാത്തതിൻ്റെ വലിയൊരു പ്രശ്നം ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഒരു ഗ്ലോബലൈസേഷൻ ഘട്ടത്തിൽ എന്ന് വേണേൽ പറയാം. പ്രത്യേകിച്ചും അന്യാധീനപ്പെട്ട ഭൂമിക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനത്തിന് ശേഷം കേരളത്തിൽ പാർശ്വവൽക്കൃത മറ്റൊരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ജാനുവിനെയൊക്കെ സലീം കുമാർ സ്ഥാനപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് വലിയ വീഴ്ച പറ്റിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെല്ലാം അദ്ദേഹം ജാനുവിനെക്കുറിച്ച് കുടിയേറ്റക്കാരുടെ ഒരു സേവകയായിരുന്നു എന്നൊക്കെ വിലയിരുത്തുന്നത് പലപ്പോഴും ആത്മനിഷ്ഠമായിരിക്കും. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതല്ല, ജാനുവിനെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ആ ഒരു ചരിത്ര ജങ്ചറിലാണ് സലീമൊക്കെ പിന്മാറിയ സലീം ദളിത് മേഖലയിൽ ഈ നവോത്ഥാന പ്രശ്നത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ ഞാനൊക്കെ ആ മേഖലയിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ചും കണ്ണൂർ തിരുവോണത്തിന് ശേഷം വലിയ മുന്നേറ്റം ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ആ കാലഘട്ടത്തിന് ശേഷം ഉണ്ടായിരുന്ന ജാനുവിൻ്റെയൊക്കെ മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത ഭരണകൂടത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു വശത്ത് സംബന്ധിച്ച ട്രൈബൽ കമ്മ്യൂണിറ്റികളുടെ ഏകോപനം എന്ന് പറയുന്ന ഗോത്രമഹാസഭ പോലുള്ള പ്രസ്ഥാനത്തോടൊപ്പം തന്നെ സ്റ്റേറ്റുമായുള്ള നയരൂപീകരണ മണ്ഡലത്തിലെ ഡയലോഗും ഒരു അഡ്വക്കസി വർക്ക് നടത്തുന്നതിൽ വലിയ ബ്രേക്ക് ത്രൂ നടത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോഴും പഠിക്കപ്പെടേണ്ടതാണ്. സണ്ണിക്കൊക്കെ അതിൻ്റെ തുടക്കകാലത്തിൽ ആക്റ്റീവായിട്ടിരുന്ന ഒരാളെന്നുള്ള നിലയിൽ വളരെ സുന്ദരമായ വളരെ പൂക്കൾ പോലെ വിരിയുന്ന ഒട്ടേറെ ഇൻ്റർവെൻഷൻസ്, അത് വെറും ഭൂസമരങ്ങളും അടിപിടി സമരങ്ങളും ധർണാ സമരങ്ങളൊന്നുമല്ല, മനുഷ്യൻ്റെ ജീവിതത്തെ മനുഷ്യൻ്റെ ജീവിതത്തെ ഏകോപിപ്പിക്കുകയും അതിനെ ആവിഷ്കരിക്കുകയും അവരുടെ ആശയാഭിലാഷങ്ങളെ ഭരണകൂടത്തിൻ്റെയും ജനങ്ങളുടെ മുമ്പിൽ പാട്ടും നൃത്തവും പ്രക്ഷോഭവും ഒക്കെയായി പലപ്പോഴും മിലിറ്റൻസിയുടെ രൂപമൊക്കെ കൈവരിച്ചിട്ടുണ്ട്. കെട്ടിടമൊക്കെ വിളിച്ചു പിടിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മുത്തങ്ങ പോലെ വലിയ പോലീസ് ഫയറിങ്ങിലൊക്കെ എത്തിയിരിക്കാം. പക്ഷേ അതിനൊക്കെ അടിയിൽ ഈ അടിത്തട്ട് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയൊരാവിഷ്കാരം, പുതിയൊരു തിരിച്ചുവരവിൻ്റെ രൂപത്തിൽ പലപ്പോഴും അത് ഭരണകൂടവുമായി അതിൻ്റെ നയരൂപീകരണ മണ്ഡലത്തിൽ അഡ്വക്കസി വർക്ക് നിരന്തരം നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഇത് ചെറുതല്ല. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ജവമാറിനൊക്കെ അറിയാം, ആയിരക്കണക്കിന് കത്തുകളും റിപ്പോർട്ടുകളും അതൊക്കെ തന്നെ. ഇപ്പോൾ ജാനുവിനൊന്നും വലിയ അക്ഷരാഭ്യാസത്തിൽ നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല. അവർ ഏറ്റവും നല്ല അഡ്വക്കസി നടത്തിയൊരു ലേഡിയായിരുന്നു. കേരളത്തിൻ്റെ ട്രൈബൽ അജണ്ടയിൽ
ഒരു ബ്രേക്ക് ത്രൂ നടത്തി എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. അവരിപ്പോൾ ഇവിടെ എത്തി എന്നുള്ളതല്ല പ്രശ്നം. അതങ്ങനെ കഴിഞ്ഞിരുന്നു എന്നൊരു വസ്തുതയിൽ പലപ്പോഴും സലിംകുമാർ മാത്രമല്ല, കേരളത്തിലെ വലിയൊരു വിഭാഗം ദളിത് ഇൻ്റലക്ച്വൽസ് ആ മേഖലയിൽ നടന്ന കാര്യങ്ങളെ പലപ്പോഴും ഈ ഒരു രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ ഷിഫ്റ്റ് പോസ്റ്റ് ഗ്ലോബലൈസേഷൻ കോണ്ടക്സ്റ്റിലുണ്ടായിരുന്ന ആ ഷിഫ്റ്റിനെ വേണ്ടവണ്ണം തിരിച്ചറിഞ്ഞിട്ടില്ല രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ കാര്യത്തിൽ എന്നാണ് പറയുന്നത്. ഞാനിതിനോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളാണ്. നമ്മളതിൻ്റെ ആളല്ല, ഗോത്രമാസയുടെ ആളല്ല. പക്ഷെ ഇവിടെയൊക്കെ ചെല്ലുകയും ആ ഹിസ്റ്റോറിക്കൽ ജങ്ചറിൽ നിരന്തരം ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന്. അതുകൊണ്ട് ജാനുവിനെയൊക്കെ അങ്ങനെ സ്ഥാനപ്പെടുത്തുന്നതിൻ്റെ ഒരു പ്രശ്നം, രണ്ട് വിഷയങ്ങൾ പലപ്പോഴും ഇത്തരം ധാരയിലൂടെ വന്ന ദളിത് നവോത്ഥാന ധാരയിലൂടെ വന്ന സലിംകുമാറിൻ്റെ അധസ്ഥിതർ എന്ന് പറയുന്ന പ്രയോഗത്തോടൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ് നിശ്ചയമായും ദളിത് സമുദായത്തിൻ്റെ ചെതറിക്കിടക്കുന്ന അല്ലെങ്കിൽ ശിഥിലീകരിക്കപ്പെട്ട മനുഷ്യൻ്റെ ആത്മബോധത്തെ അതിനഗാധമായി തട്ടിയുറത്താനുള്ള തീവ്രമായൊരു ശ്രമം, അതിൻ്റെ ഏത് പ്രസംഗവും എല്ലായ്പ്പോഴും എവിടെ വെച്ച് തുടങ്ങിയാലും അവസാനം വെച്ച് ചെല്ലുന്നത് ഈ ആത്മബോധം തട്ടിയുറത്താനുള്ള സെൽഫ് ക്രിറ്റിസിസമാണ്. ഒരർത്ഥത്തിൽ അപ്പച്ചൻ്റെയൊക്കെ തന്നെ ഒരർത്ഥത്തിൽ അടിമത്തത്തെ സവിശേഷവൽക്കരിക്കുന്നില്ല എങ്കിലും ആ അടിമത്തത്തെ പ്രശ്നവൽക്കരിക്കുന്നതിൻ്റെ മറ്റൊരു ഭാഷ, ഒരു മിഷണറി ഭാഷ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യും. ഇതിങ്ങനെ പറയുകയും ചെയ്തുകൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ നിന്നൊരു ബ്രേക്ക് ഈ പറയുന്ന നേരത്തെ ജിൻഷൂടെ പറഞ്ഞപ്പോൾ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ ഈ യാത്ര ഓഡിറ്റോറിയൽ നടന്നിരുന്ന ദളിത് ഐക്യ സമിതിയുടെ രൂപീകരണത്തോടൊരു വിച്ഛേദനത്തിന് അദ്ദേഹം ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് എങ്കിലും പല കാരണങ്ങളും കൊണ്ട് പക്ഷേ വ്യക്തിപരമായ ജീവിതത്തിൽ വ്യക്തിപരമായ ദുരനുഭവങ്ങളിലൂടെ ഭാരങ്ങളിലൂടെ കടന്നുപോയ മറ്റൊരു ദളിത് ആക്ടിവിസ്റ്റിനെ കേരളത്തിൽ നമുക്കാർക്കും കാണിയാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഞാൻ അദ്ദേഹത്തിൻ്റെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ആനന്ദയായിട്ടുള്ള വിവാഹം തന്നെ വലിയൊരു കോൺട്രവേഴ്സി ആയിരുന്നു. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതെല്ലാം സെറ്റിൽ ചെയ്യുന്ന പറയുന്ന സിഡിയൻ സർവീസ് സൊസൈറ്റിയായി ബന്ധപ്പെട്ട വലിയൊരു വിഭാഗമാണ് കല്യാണം തന്നെ നടത്തുന്നത്. കാരണം ഒരു ദളിതനും ആദിവാസിയും തമ്മിലുള്ള വിവാഹം എന്ന് പറയുന്നത് അവിടുത്തെ പലർക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. വലിയ വിപ്ലവകാരികളാണ്, നക്സലേറ്റുകളാണ്. പക്ഷേ ആനന്ദയും ഇദ്ദേഹം തമ്മിലുള്ള വിവാഹം ചിന്തനീയമല്ലാത്ത പലരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും നടന്നു. നടന്നതിൽ അദ്ദേഹം ഒരു മോശമല്ലാത്തൊരു കർഷക അടിത്തറയുണ്ടായിരിക്കാം. അദ്ദേഹത്തിന് സർക്കാർ ജോലിയില്ലായിരുന്നു. പക്ഷേ വളരെ ചിട്ടയായിട്ടുള്ള ഒരു കർഷക കുടുംബ ജീവിതത്തോടൊപ്പം തന്നെ ഏറെ താമസിയാതെ ആനന്ദയുടെ ക്യാൻസർ രോഗം അതുപോലുള്ള ദുരനുഭവങ്ങളുടെ പിൽക്കാലത്ത് അതൊരു ഘട്ടത്തിലെത്തുന്നതോടുകൂടി അദ്ദേഹം ഒരു രോഗിയായി മാറുന്നു തുടങ്ങിയ വിഷയങ്ങളെല്ലാം തന്നെ വലിയൊരു വിഷയമായിരുന്നുകൊണ്ടായിരിക്കാം എന്തായാലും ദളിത് ഐക്യ സമിതി രൂപം കൊണ്ടെങ്കിൽ ശേഷവും വലിയൊരു മാറ്റം എന്നുള്ള നിലയിൽ അത്തരൊരു ഐക്യപ്പെടലിലൂടെ പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ നടത്തണമെന്ന് പറഞ്ഞാണ് എൻ്റെ ഓർമ്മ. ഞാൻ അന്നൊരു ക്ഷണിതാവായിരുന്നു. ആ യോഗം നടക്കുന്നതിനെ പഴയ നമ്മുടെ നക്സലേറ്റ് സ്വഭാവങ്ങൾ അതിനകത്ത് കടന്നു വന്നിട്ട് യോഗമൊക്കെ പാതി വഴിക്ക് അലങ്കോലപ്പെട്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്ന റെസൊല്യൂഷൻസ് അങ്ങനെയുള്ള ഒന്നായിരുന്നു. ഒരുപക്ഷെ അധസ്ഥിത നവോത്ഥാനമനയുടെ മുൻകാല ചരിത്രത്തിൽ നിന്ന് ഭിന്നമായി ദളിത് ആദിവാസി വിഭാഗങ്ങളെ, വിശേഷിച്ചും ദളിത് വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാമുദായിക രാഷ്ട്രീയ മുന്നേറ്റം നടത്തണമെന്നുള്ളൊരു റെസൊല്യൂഷനായിരുന്നു അതിലെല്ലാം തന്നെ പ്രകടമായിരുന്നു. ഒരു പക്ഷേ പിൽക്കാലത്തുണ്ടായിരുന്ന ഞാനീ പറഞ്ഞ ആഗോളതലത്തിലുള്ള ഈ മാറ്റങ്ങളോടൊപ്പം സഞ്ചരിക്കാനും ക്രിട്ടിക്കലാകാനും നമ്മൾ ആ ഒരു സെൽഫ് ക്രിട്ടിസം സോഷ്യൽ ക്രിട്ടിസം മാത്രമല്ല, നക്സലൈറ്റ് ധാരയിലൂടെ കടന്നു വന്ന ഓരോ മനുഷ്യനും അടിമുടി നവീകരിക്കാതെ ഇതിൽ നിന്ന് മോചനം കിട്ടില്ല. അതുകൂടി ഉണ്ടല്ലോ. നമ്മൾ കൂടി ആത്മബോധത്തിലൂടെ വലിയൊരു ആവിഷ്കാരവും അട്ടിമറിയും സ്വയം നടത്തണം. ഞാൻ എൻ്റെ പഴയകാല എല്ലാ പാസ്റ്റിനെയും വിച്ഛേദിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഒരു നക്സലൈറ്റ് എന്നുള്ള നിലയിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് കാലഘട്ടത്തിലൂടെ കടന്നുപോയ ആളാണെങ്കിലും അതിനിശ്ചിതമായി അതിനോട് കണക്ക് പറഞ്ഞ് പോകുന്നവരാണെന്ന് അവർക്കും അറിയാം. കെ വേണുവിൻ്റെ പ്രത്യശാസ്ത്ര ദാർശനിക ധാരണകളെല്ലാം തന്നെ അന്നും ഇന്നും ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരാൾ. അവരിപ്പോഴും തയ്യാറായിട്ടില്ല. ഈ അടുത്താലത്ത് ക്യാമറയുള്ള ഒരു പ്രഭാഷണത്തിലൊരു ഡയലോഗിൽ വന്നാൽ ഞാൻ ഈ പ്രശ്നം ചോദിച്ചു. ഇവരാരും നമ്മൾ ഉന്നയിച്ച പല പ്രശ്നങ്ങൾക്കും അന്നും ഇന്നും മറുപടി പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ള മാത്രമല്ല അവർ ശക്തരാണോ എന്നും എനിക്ക് സംശയമുണ്ട്. ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ദളിത് വിഭാഗങ്ങളിലുള്ള അന്നത്തെ ആക്ടിവിസ്റ്റുകൾക്കും ഈ പറയുന്ന ഇവർക്കും ഒരേപോലെയുള്ളൊരു പ്രത്യശാസ്ത്രവൽക്കരണം ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആനുഷംഗിക മാധവമാഷയുടെ ഇതിലും കടന്നു വന്നു. ജാതിയും വർഗവും എന്ന് പറയുന്നൊരു ഒരു പരിഗണനയെ തുല്യപ്പെടുത്തി കാണുന്ന ഒന്ന്. മാഷ് അങ്ങനെ പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു ചിന്ത ഇവരെല്ലാം തന്നെ കെ വേണുവും ഇതേ കാര്യം പറയും. വേണു ജാതി പറയുമ്പം ജാതി പറയും, ജനാധിപത്യം പറയുമ്പം വർഗം പറയില്ല. ഇങ്ങനെ രസകരമായ ഒരു പരിസരത്ത് നിന്നിട്ടാണ് വേണു. എത്ര ക്യാപിറ്റലിസ്റ്റ് ഡെമോക്രസി പറയുമ്പോഴും വേണു സോഷ്യലിസ്റ്റാണ്.
അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ കുഴപ്പങ്ങളൊന്നും തന്നെ ഒരിക്കലും സെൽഫ് ക്രിട്ടിക്കലായിട്ട് കാണാറില്ലല്ലോ. കാരണം അദ്ദേഹം നേരെ നെക്സലൈറ്റാണ്. കാരണം അതിൻ്റെ പാരമ്പര്യത്തെ, അതിൻ്റെ ട്രഡീഷനുടെ ഒരു കുഴപ്പങ്ങളെല്ലാം തന്നെ ആന്തരവൽക്കരിച്ചൊരു സത്യമാണ് കെ വേണു ഉൾപ്പെടെ. ഞാൻ സൂചിപ്പിച്ചത് ഈ പറയുന്ന ജാതിയും വർഗവും എന്ന് പറയുന്നൊരു ഡൈക്കോട്ടണമി വലിയൊരു കുഴപ്പമാണ്. നക്സലൈറ്റ് പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നവരെല്ലാവരും തന്നെ ഒരു ത്രാസിൽ ജാതിയും ഒരു വർഗം തൂക്കുന്നൊരു രീതി അടിസ്ഥാനപരമായിട്ടും തെറ്റാണ്. വർഗത്തിന് അങ്ങനെ ഒരു സ്ഥാനമൊന്നുമില്ല. അംബേദ്കർ അത് പരാമർശിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. കാരണം ജാതി ഒരു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു, സ്റ്റേറ്റ് പോലും ഉള്ളിടത്തോളം, അതാണ് അതിൻ്റെ പ്രശ്നം. ജാതി നിലനിൽക്കുന്നിടത്തോളം ഒരുപക്ഷെ സ്റ്റേറ്റ് ഉണ്ടാകും. ഒരുപക്ഷെ ജാതി തന്നെ ഒരു സ്റ്റേറ്റ് രൂപമല്ലേ എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ഒട്ടേറെ തർക്കിക്കാവുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് പലപ്പോഴും ഈ ജാതിയും വർഗത്തെയും തത്തുല്യപ്പെടുത്തി കാണുന്ന ഒരു രീതി മാർക്സിസ്റ്റ് ട്രഡീഷനിലൂടെ വന്ന അംബേദ്കർക്കുണ്ട്, ഇപ്പോഴുണ്ട്. നമുക്കിനിയും വേണേൽ ഡയലോഗിൽ ഏർപ്പെടാം. അത് വലിയ കുഴപ്പമാണ്. കാരണം വർഗത്തെ ഒരർത്ഥത്തിലും ജാതി സത്വമായും സ്റ്റേറ്റിൻ്റെ ഓവറോൾ സിവിൽ സൊസൈറ്റിയിൽ അത് സന്നിവേശിപ്പിക്കുന്ന സാമൂഹികമായ അല്ലെങ്കിൽ അതിൻ്റെ ഏകോപനത്തിൽ, അതിൻ്റെ മേധാവിത്വത്തിൽ, ഒരു റൂളിംഗ് ക്ലാസ്സിനെ നിർണ്ണയിക്കുന്നതിൽ ജാതിക്കും വംശങ്ങൾക്കും അല്ലെങ്കിൽ അതുപോലുള്ള എത്നിക് ഐഡൻറ്റിറ്റിക്കുമുള്ള ഒരു വലിയൊരു സംഭവം നിരാകരിച്ചിട്ട് കാര്യമില്ല. അത്തരം വർഗപരമായ ഒരു എവിടെയോ ഒരു തരത്തിലുള്ള പാവപ്പെട്ടവരുള്ള സിമ്പതി പലപ്പോഴും ഈ ആളുകൾ അവസരത്തെല്ലാം പ്രകടിപ്പിച്ചു പോകാം എന്നുള്ള ഒരു പ്രശ്നം ഒരു പക്ഷേ സലീമിനുണ്ടായിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഒരു ജീവിതത്തിലെ അനക്ഡോട്ട്, കെ വേണുവിനെതിരെ നിശ്ചിതമായ പ്രതിശാസ്ത്ര സമരം നടത്തുന്ന ഒരു സമ്മേളനത്തിൽ, കെ വേണുവിനെ അടിമുടി തകർക്കുന്ന ഒരു സംഭവത്തിൽ 18 പേരുമായി ഇറങ്ങിപ്പോരുന്ന യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ രക്ഷക്കെത്തിയത് ഇദ്ദേഹത്തിൻ്റെ കാസ്റ്റ് ക്ലാസ്സുമായുള്ളൊരു ലഘുലേഖയുണ്ടായിരുന്നു എന്നത് ഈ വേദിയിലിരിക്കുന്ന കുറച്ച് നക്സലൈറ്റ് സുഹൃത്തുക്കൾക്കെങ്കിലും അറിയാം. ഞാനത് സലീമിനോടൊന്നും നമുക്ക്, സലീമല്ല നമ്മുടെ ടാർഗറ്റ്, പക്ഷേ ഈ കാസ്റ്റ് ക്ലാസ് ദ്വന്ദ്വം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ധാരയിൽ വന്ന ആരുമായിക്കോട്ടെ പലപ്പോഴും കൊണ്ടുപോകുന്നു. അത് അൺറിയലിസ്റ്റിക്കായ, അൺഹിസ്റ്റോറിക്കലായ ഒന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, പലപ്പോഴും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ജനാധിപത്യ ചിന്തയിൽ എപ്പോഴും പാവപ്പെട്ടവരുടെ നിൽക്കണം എന്നുള്ള ഒരു പൊതുബോധം ഉണ്ട്. അതേമുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഉപസംവരണത്തിൻ്റെ ഒരു വിഷയം അത് പരാമർശിക്കാതെ പോകുന്നത് ശരിയായിരിക്കില്ല എന്നതുകൊണ്ട് സജീവിക്കേണ്ടിയിരിക്കുകയല്ലേ പറയാം. ഞാനത് ഇന്ന് കേരളത്തിൽ നടക്കുന്ന പൊതുസംവാദത്തിൻ്റെ കേന്ദ്രബിന്ദു സലീമാണ്. ആ വിഷയത്തിൽ കേന്ദ്രബിന്ദു സലീമിൻ്റെ ചിന്തയിൽ നിന്നാണ്. സലീമിൻ്റെ ചിന്തയെ ചേരമനൊന്നും ആ കാറ്റഗറിയിൽ ഒന്നല്ല, അതൊരു മറ്റൊരു ഗണത്തിലാണെങ്കിലും കേരളത്തിലെ വലിയൊരു വിഭാഗം, CS മുരളി ആകട്ടെ, ജിൻഷു ആകട്ടെ, വലിയൊരു വിഭാഗം കേരളത്തിലുണ്ട്. ആ വിഭാഗത്തിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ചിന്ത ഈ അംബേദ്കറേറ്റ് ചിന്തയേക്കാളേറെ പാവപ്പെട്ടവർ എന്ന് പറയുന്നത് ചെയ്യുന്നുണ്ട്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതാണ്. ഞാനൊക്കെ കുട്ടനാട് ഒരുപാട് എന്തി ഇറങ്ങിയിട്ടുള്ളൂ. എനിക്ക് ഒരു ഭക്ഷണം തന്നില്ല, ഒരുപാട് പൊരലായിട്ട് അച്ഛനമ്മമാരൊക്കെയുണ്ട്. അപ്പം ഞാനൊക്കെ ജാനുവിൻ്റെ മൂവ്മെൻറ്റിലേക്ക് പോയപ്പോൾ എന്നെയൊക്കെ ജാനുവിനെയും കൂട്ടിക്കൊഴിഞ്ഞപ്പോൾ ഒരു തെറി പറയുകയായിരുന്നു. ഗീവൻ വർക്ക നിലപാട് കൈയൊടിയരുതെന്നാണ് നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ പറയാറ്. കാരണം അവരുടെ ഉള്ളിലുള്ളതാണ്, അവരുടെ ബ്ലഡിലുള്ളതാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത്തരത്തിലുള്ള ഒരു വളരെ, ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഈ പറയുന്ന ഏറ്റവും മർദ്ദിതരായ ജനവിഭാഗങ്ങളുടെ, അത് സംവരണമാകട്ടെ ഭരണകൂട പങ്കാളിത്തമാകട്ടെ ഒക്കെയുള്ളത്, അത് ചരിത്രത്തിൽ കേരളത്തിലെയും ഇന്ത്യയിലും ദളിത് പ്രസ്ഥാനങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും പറ്റിയൊരു വീഴ്ചയാണ് എന്നൊരു വിശ്വസിക്കുന്ന ഒരാളാണ്. അത് തുറന്നപ്പോൾ അതിനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിൽ സുപ്രീം കോടതിയുടെ വിധിയെ ഒരു ടൂളായി ഇന്ത്യയിലെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു നല്ലത് കാര്യം തന്നെ. അതിൻ്റെ ശരിതെറ്റുകളൊക്കെ മറ്റൊരർത്ഥത്തിൽ ഇതാക്കേണ്ടതാണ്. എങ്കിലും ആ വിഷയത്തിൽ പലപ്പോഴും എന്താ സംഭവിക്കാറ്, ഞാൻ ആ കാര്യത്തെ എൻ്റെ ഒരു ജീവിതത്തെയും സലീമിൻ്റെ ജീവിതത്തെയും CR സലീമിൻ്റെ ജീവിതത്തെയൊക്കെയായിട്ട് ഒന്നിട്ട് തട്ടിച്ചു നോക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വ്യക്തിപരമായി ഈ ഏറ്റവും മർദ്ദിത ജനവിഭാഗങ്ങളുടെ പക്ഷത്ത് നിന്ന് മാത്രം പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. വേണുവൊക്കെ ഇപ്പം ഈ തെങ്ങേറ്റ തൊഴിലാളി സമരം കിടക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഒളിച്ചോടിയ ഒരാളാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അത് നിർത്തിവെക്കണമെന്ന് പറഞ്ഞ ആളാണ് വേണു. ഭയപ്പെട്ടിട്ട് വീട് മാറിയ ആളാണ് വേണു. കൊന്നുകളയൊന്ന് പേടിച്ചിട്ട്. അന്നും 10-48ഓളം കേസുകൾ വഹിക്കുന്ന ഒട്ടേറെ പാവപ്പെട്ട തെങ്ങേറ്റ തൊഴിലാളികൾ ഇപ്പോഴും ആ സമരത്തിൽ ലോജിക്കൽ കൺക്ലൂഷനിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചവരാണ് നമ്മളൊക്കെ. മുരളിക്കൊക്കെ അറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞത് ഏറ്റവും അടിത്തട്ട് മനുഷ്യരുടെ വിഷയങ്ങളിൽ പോകാതെ നമുക്ക് ഇതിനൊരു ഉത്തരം കാണാൻ പറ്റില്ല. ഞാൻ ഈ ഉപസംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, കാരണം ആ വിഭാഗങ്ങളെ എൻപവർ ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ഒരു ആത്മപ്രശംസയ്ക്ക് വേണ്ടി വരുന്നതല്ല. കേരളത്തിലുണ്ടായിരുന്ന ട്രൈബൽ മൂവ്മെൻറ്റുകൾ മുഴുവൻ അവരുടേതായിരുന്നു. പണിയൻ്റെയും മടിയൻ്റെയും മുത്തങ്ങയൊക്കെ അവരുടെ സമരമാണ്. മുത്തങ്ങ അപ്രൈസിംഗ് എന്ന് വേണേൽ പറയാം.
മുത്തങ്ങ അപ്രൈസിന് പണിയൻ്റെയും അടിയൻ്റെയും കാട്ടുനായ്ക്കൻ്റെയും മാത്രം സമരമാണ്. അത് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നവൽക്കരണവും സർക്കാർ ഭരണകൂടത്തിൽ നയരൂപീകരണ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചലനം ചെറുതല്ല. ഇന്ത്യയിലും നിങ്ങളിപ്പോൾ ഒന്ന് ഗൂഗിൾ രാജേഷിയുടെ ഗൂഗിൾ സെർച്ച് നോക്കിയിട്ട് എയോട് ഒരു ചോദ്യം ചോദിച്ചു, മുത്തങ്ങ സമരത്തിൻ്റെ വാട്ട് ഈസ് ദി ഇമ്പാക്റ്റ്? ഉത്തരം വളരെ സിമ്പിളാണ്. ഇന്ത്യയിലെ വനാവകാശ നിയമം രൂപവൽക്കരിക്കുന്നതിൽ ഈ സമരത്തിന് ഗണ്യമായ പങ്കുണ്ട്. കാരണം ആ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടക്സ്റ്റിലാണ് ആ സമരം നടക്കുന്നത്. ആ ഒരു ഹിസ്റ്റോറി 2004, 5, 6 ആ കാലഘട്ടമാണ് ഇന്ത്യയിലെ വനാവകാശ നിയമം രൂപപ്പെടുന്നതിൻ്റെ ഹിസ്റ്റോറിക്കലായുള്ള സംഭവം. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൻ്റെ ഒരു ഈ അതിദുർബല വിഭാഗങ്ങൾ ജയകുമാറൊക്കെ കൂടി ഇരിക്കുകയല്ലേ. എൻ്റെയൊക്കെ ഒരു ലൈഫിൻ്റെ തിരുവിതാംകൂറിലെ ഏക പ്രവർത്തനം വേടർ കമ്മ്യൂണിറ്റിയുടെ ഇൻട്രാക്ഷനാണ്. മറ്റൊരു കമ്മ്യൂണിറ്റിയിലും പോകാറില്ല. ഇനിയിപ്പോൾ കാണിക്കാരൊന്നും അറിയാത്തതുകൊണ്ടൊന്നുമല്ല, നമ്മൾ ഇവരുടെ ഭക്ഷണം കഴിച്ചാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. കുടിൽ കെട്ടുകയാണെങ്കിലും മറ്റെന്തായാലും. എന്തായാലും ആ തലമുറ ഉണ്ടാക്കിയ വലിയൊരു അവബോധം, വലിയൊരു മുന്നേറ്റം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും ഈ ജാതി വർഗ ദ്വന്ദ്ത്തിൽ പെട്ടുപോകുന്ന ഒത്തിരി ആളുകൾക്കും അതിനോട് കൃത്യമായുള്ളൊരു സമീപനം സ്വീകരിക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് ദളിത് മൂവ്മെൻറ്റ്. കൊച്ചേട്ടനൊക്കെ നിരന്തരം ഇതിനെ എതിർത്തിട്ടുണ്ട്, സലീമെ എതിർത്തിട്ടുണ്ട്. നമ്മളൊന്നും അതിനെ വലുതായിട്ട് എടുക്കാറില്ല. അതൊക്കെ ഇതിനൊന്നും മറുപടി പറയാറില്ല. ഞാൻ ആർക്കും സലീമിനെ നിന്നവരൊരു മറുപടി നമുക്ക് എഴുതാനറിയാത്തതുകൊണ്ടല്ല, കെ കൊച്ചത്തിനും മറുപടി എഴുതാറില്ല. കാരണം അത് അവഗണിക്കുന്ന വിഷയമല്ല, അതൊരു ധാരയാണത്. കൊച്ചേട്ടൻ്റെ ജനാധിപത്യ ബോധത്തിൻ്റെയും അല്ലെങ്കിൽ വൈജ്ഞാനിക മണ്ഡലത്തിൽ ഉണ്ടാക്കിയ സംഭവം ഇദ്ദേഹത്തിൽ നിന്ന് വളരെ ഡിഫറൻ്റായ ഒന്നാണത്. ഒരുപക്ഷെ സലീമിനേക്കാൾ മറ്റൊരിടത്തിൽ മുന്നിലാണെന്ന് ഞാൻ പറയാം. പക്ഷേ കൊച്ചേട്ടനും ഈ പറയുന്ന നമ്മുടെ പഴയകാല നേതൃത്വങ്ങൾ പലരും ചെയ്ത് അത്ര എത്തിയോയെന്ന് ചോദിച്ചാൽ, കല്ലറയുടെയൊക്കെ എടുത്ത് എത്തിയോയെന്ന് വെച്ചാൽ അതില്ല എന്ന് പറയേണ്ടി വരും. ഇതിങ്ങനെ പലതരത്തിലുള്ള ലെയറുകളിലുള്ള ധാരകളിലുള്ള ഒരു 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 ഒന്നാണ്, ബഹുസ്വരതയുള്ള ഒന്നാണ് നമ്മുടെ ദളിത് സമൂഹത്തിൻ്റെയും ആദിവാസി സമൂഹത്തിൻ്റെയും ഇത്. അത്തരത്തിലുള്ള മുന്നേറ്റങ്ങളെ പലപ്പോഴും നമ്മൾ മറ്റൊരു മണ്ഡലത്തിൽ കാണുന്ന ഒന്നിനെ പോസിറ്റീവായി സ്വീകരിക്കുന്ന സമീപനം പലപ്പോഴും ഉണ്ടാകാറില്ല. പലർക്കും അറിയാം. നമ്മുടെ കുറിച്ച് സമരം നടന്നപ്പോൾ കൊച്ചേട്ടനൊക്കെ എന്നെ തള്ളി പറഞ്ഞാണ് കാടത്തെയാണ് മുത്തങ്ങ സമരത്തെയും അതിനു മുമ്പുള്ള എല്ലാ ഭൂസമരങ്ങളെയും സലീമൊക്കെ തള്ളിപ്പറയുന്നത് എന്നുള്ളതല്ല പ്രശ്നം. അതൊരു അവബോധത്തിൻ്റെ പ്രശ്നമാണ്. തങ്ങൾ നിൽക്കുന്ന ശരിയിൽ തങ്ങൾ അടിയുറച്ച് നിൽക്കും. ദളിത് സമുദായവൽക്കരണമാണ് ഈ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നതിനെ ആന്തരവൽക്കരിച്ച മനുഷ്യരായിരുന്നു കൊച്ചാണെങ്കിലും സലീമൊക്കെ. അതിൽ പ്രത്യേകിച്ചും സലീം, അദ്ദേഹം ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നിങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഞാനങ്ങനെയാണ് അദ്ദേഹത്തിനെ പലപ്പോഴും സാമൂഹികമായി മറ്റ് ദളിത് പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ബഹിഷ്കരിച്ചു എന്ന് പറയുന്നില്ല, ഒരകലം നിലനിർത്തി പോന്നിരുന്നതിൻ്റെ ഒരു കാരണം അതുകൊണ്ടായിരിക്കാം. ഒരു അതിവിപുലമായ ഒരു ദളിത് ആദിവാസി യൂണിറ്റിയുടെ ഒരു പ്രായോഗികത കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായിരുന്നു. ഞാൻ എൻ്റെ ഒരു ലൈഫിൻ്റെ മേജർ ഏരിയ ട്രൈബൽ ഏരിയയിൽ കേന്ദ്രീകരിക്കുകയും അതിനെ ഗോത്രമഹാസഭാവല പ്രസ്ഥാനത്തിലൂടെ ഭൂമിയുടെ രാഷ്ട്രീയത്തെ പ്രശ്നവൽക്കരിക്കുന്നതിൻ്റെ എൻ്റേതായിട്ടുള്ള റീസണുണ്ട്. കാരണം വിഭവാധികാരം, സ്വയംഭരണം എന്ന് പറയുന്നൊരു പൊളിറ്റിക്സിനെ ആദിജനത എന്നുള്ള നിലയിൽ, ആദിയർ എന്നുള്ള നിലയിൽ ദളിതർ എന്ന് ഏറ്റെടുക്കുന്നുവോ അന്നേ അവർക്കൊരു വിമോചനത്തിൻ്റെ വഴി കിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എനിക്ക് ആ മേഖലയിൽ പ്രവർത്തിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടല്ല, ദളിത് മേഖലയിൽ അത്യാവശ്യം ഇടപെടൽ നടത്തുമ്പോൾ തന്നെ ഇത് ഒരു പൊളിറ്റിക്കൽ സന്ദേശം കഴിയാവുന്നത്ര കൊടുക്കുക എന്നുള്ളൊരു നിലയാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു 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 അതിനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ കേരളത്തിൽ ദളിത് മൂവ്മെൻറ്റുകൾ ഉൾപ്പെടെ, ദളിത് വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ, ദളിത് ഇൻ്റലക്ച്വൽസ് ഉൾപ്പെടെ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മുത്തങ്ങ പോലുള്ള ഒരു സംഭവത്തിന് നടന്ന ഭൂപ്രശ്നങ്ങൾ ഞാൻ മാധവമാഷോട് ചോദിച്ചിട്ടുണ്ട്, പലപ്പോഴും ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലാരും ഈയിടെ രാജേഷ് കോമത്തിന് പോയപ്പോൾ ഒരു അക്കാഡമിക് പണ്ഡിതന്മാർ പോലും ഈ ഭൂമിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പലപ്പോഴും ക്യാമ്പസുകൾ ആരുടെയും PhD തീസ് പോലും വരുന്നില്ല. വിദേശികൾ ഭരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 3 PhD തീസെങ്കിലും വന്നു. കേരളത്തിലെ ഭൂമിയുടെ രാഷ്ട്രീയം ഇപ്പോഴും അക്കാഡമിക് ലോകത്ത് പോലും വേണ്ടവണ്ണം പാഠവൽക്കരിച്ചിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട്. ആ പാഠവൽക്കരണത്തിൻ്റെ ഒരു വിഷയത്തിൽ നമ്മുടെ ഈ ധാരകളിൽ നിന്ന് വന്നവരുടെ ഒരു പരിമിതിയാണ് ഈ കാസ്റ്റ് ദ്വന്ദ്വത്തിൽ പെട്ടുപോയത് എന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നു. എൻ്റെ സമയം തീരാറായെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. KM സലീംകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ സ്വതന്ത്രമായ ധാര ഒരുപക്ഷെ അദ്ദേഹം ദളിത് മൂവ്മെൻറ്റിൽ വരുമ്പോൾ
ഒരർത്ഥത്തിലൊരു ട്രാപ്പഡാകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉപജാതിക്കതീതമായി ചിന്തിക്കുന്ന ഒരാൾ, പ്രത്യേകിച്ചും ട്രൈബൽ വ്യക്തിത്വം എന്ന് പറഞ്ഞ ഒരാൾ, ഒരു അംബേക്കറേറ്റ് അതിവിപുലമായൊരു ജനാധിപത്യത്തെ ബോധത്തിൽ ഒരു നേതൃത്വം സ്വീകരിക്കുക എന്ന് പറയുന്നതിന് ഒരു സമൂഹം അതിന് പാകപ്പെടേണ്ടതുണ്ട്. അങ്ങനെ പാകപ്പെട്ട ഒരു സമൂഹമായിട്ടില്ല കേരളത്തിലെ ദളിത് സമൂഹം എന്നാണ്. അത് സൃഷ്ടിക്കുന്നതിൽ ആയിരിക്കണം ഈ സെമിനാറിനും പ്രത്യേകിച്ചും KM സലീംകുമാറുമായി ആത്മബന്ധമുള്ള, മറ്റെല്ലാ ഇവിടെ അനുസ്മരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം കടന്നു വന്ന വഴികൾ ചിത്രവും കാഴ്ചകളും ഉണ്ടായിരുന്ന ആളുകളാണ് ഇരിക്കുന്നവരെല്ലാം തന്നെ. അതുകൊണ്ട് ഇവിടെ നമുക്ക് പച്ചക്കള്ളമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞൊന്നും പോകാൻ പറ്റില്ല. നടന്ന സംഭവങ്ങളെ പറയാൻ പറ്റൂ, നടന്ന തീയതികളെ പറയാം, നടന്ന കാര്യങ്ങളെ പറയാൻ പറ്റും. ഞാനും അങ്ങനെ പരമാവധി നീതി പുലർത്താൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ച പ്രത്യേകിച്ചും മുരളിക്ക് ജംഗ്ഷനിലെല്ലാം തന്നെ ഞാൻ അദ്ദേഹത്തിന് കടപ്പെട്ടിരിക്കുന്നു. ഈ പ്രോഗ്രാം ഫിക്സ് ചെയ്ത് അന്നേരം തന്നെ ആദ്യം മുരളിയെ കൺസൾട്ട് ചെയ്യുന്നത് ഞാനുമായിട്ട് തന്നെയാണ്. എവിടെ ഇത് ചെയ്യണം, അത് ഏറ്റവും യുക്തമായി ഏറ്റവും അന്തസ്സോടെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം ആദ്യം വിളിച്ചു വയ്ക്കുന്നൊരു വ്യക്തി ഞാൻ തന്നെയാണ്. ഞാനാണ് ഈ ഹോള് സജസ്റ്റ്, കാരണം ഇതിൻ്റെ നമ്മളൊരു ബഡ്ജറ്റിൽ നിൽക്കണമല്ലോ എന്നെല്ലാം തന്നെ. എന്തായാലും ആ നിരക്ക് ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഒരു ദൗത്യം എന്നുള്ള നിലയിൽ കേവലം നമ്മളെ സംബന്ധിച്ചൊരു അനുസ്മരണ ഒരു സമ്മേളനം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് വെച്ച ചരിത്ര ദൗത്യത്തെ, അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ തിരുത്താനും മുന്നോട്ട് പോകാനുള്ള ഒരു വഴികാട്ടിയായി അദ്ദേഹത്തിൻ്റെ രചനകളും ചരിത്രത്തെയും മുരളി പറഞ്ഞ ഒരു സംഭവം നന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ പുസ്തകം എന്നുള്ള നിലയിൽ ഇറക്കുന്നത് ഓരോ എഴുത്തുകളും ഓരോ ബുക്കുകളും രാഷ്ട്രീയ ഇടപെടലായിരിക്കുമല്ലോ. ആ നിരക്കത് ഗുണമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിക്കുന്നു. ജയ് ഭീം.